അപ്പൊ ഒന്ന് അനുഗ്രഹിക്കണം. എങ്ങനെ കൊണ്ട് വെട്ടിക്കലായിട്ടോ വണ്ടി അപ്പം പ്രധാനപ്പെട്ട നേതാക്കളെ കണ്ടു. പ്രചാരണത്തിൽ പങ്കെടുക്കുന്നു. ഇന്നിപ്പോൾ പ്രചരണം ആരംഭിക്കുന്നത് മലയാളത്തെ തന്നെ അഭിമാനമായിട്ടുള്ള ശ്രീ എം പിയുടെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ടാണ്. ശ്രീ എം പി മലയാള സാഹിത്യ തറവാട്ടിലെ കാരണവരായിട്ട് വിചാരിക്കുന്ന വ്യക്തിയാണ്. മലയാളികളുടെ മുഴുവൻ വലിയ സൗഭാഗ്യമായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങി പ്രചരണ പ്രവർത്തനം ആരംഭിക്കാൻ സാധിക്കുക എന്നുള്ളത് അങ്ങേയറ്റത്തെ ആഹ്ലാദകരമായിട്ടുള്ള അനുഭവമാണ്. തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഇനിയുള്ള മുമ്പോട്ടുള്ള ദിവസങ്ങൾ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും ആശീർവാദവും ഈ പോരാട്ടത്തിൽ കരുത്തു പകരും എന്ന് നിന്നാണ് പ്രതീക്ഷ. നല്ല രീതിയിൽ ഈ മണ്ഡലത്തിലെ മുഴുവൻ ആളുകളെയും കാണാൻ എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്ന സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരെയും നേരിൽ കാണാൻ വേണ്ടി പരിശ്രമിക്കും. അവരുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടി കോഴിക്കോട് മാറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ 12 ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളായി അടുത്ത എത്ര ഉണ്ടാകുമെന്നെങ്കിലും അറിയിപ്പോൾ മാർച്ച് 10 കൂടി ബാക്കി സ്ഥാനാർത്ഥികളെ BDJS എത്ര സീറ്റ് നടത്തുന്നത്? BDJS ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ധാരണ അനുസരിച്ച് 4 സീറ്റിൽ BDJS മത്സരിക്കുന്നതാണ്. സ്ഥാനാർത്ഥികൾ അവരാണ് പ്രഖ്യാപിക്കുക. 4 സീറ്റിലാണ് ഇപ്പോൾ BDJS മത്സരിക്കുന്നത്. ഇപ്പോൾ 12 14 4 കൂടി BJP. ഇപ്പോൾ ഇതിനകത്ത് സ്ഥാനാർത്ഥികൾ വന്നതിന് ചെറിയായിട്ട് PC ജോർജ് ചില അവസരങ്ങൾ വെക്കുന്നുണ്ട്. PC ജോർജിന് എല്ലാവർക്കും അറിയാം. ഇത് കുഴപ്പമില്ല, അത് പരിഹരിച്ചോളൂ. അല്ല, ഇപ്പം സ്ഥാനാർത്ഥി പട്ടികയിൽ വരാത്ത അങ്ങനെ ആന്റണി ആർക്കറിയാം അത്തരത്തിലുള്ള PC ജോർജ് പറഞ്ഞത് അനിൽ ആന്റണി ഞാൻ പത്തനംതിട്ടയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. പരിചയപ്പെടുത്തി അദ്ദേഹം വിജയിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചുമതലയാണ്, അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർലമെൻറ്റ് മണ്ഡലമാണ്. അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് സ്വാഭാവികമാണ്. അത്രയേ ഉള്ളൂ. നിങ്ങൾ ആവശ്യമില്ലാതെ ദോഷകൃത്തുക്കളായത് നല്ല കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പേരിൽ നേരത്തെ പട്ടികയിലുണ്ടാവും സാധ്യത എനിക്ക് പറയാൻ സാധിക്കില്ല. PC ജോർജ് മത്സരിക്കാൻ യോഗ്യതയുള്ള ആളാണ്. പിന്നെ പാർട്ടി ദേശീയ നേതൃത്വമാണ് ഇതൊക്കെ തീരുമാനം. സ്വാഭാവികമായിട്ടും അത് ദേശീയ നേതൃത്വത്തിൻ്റെ മനസ്സിലതുണ്ടാവും. പട്ടികയിലുണ്ടാവില്ലോ എന്ന് പറയാൻ ഞാൻ അടങ്ങില്ല. കേരളത്തിന് കൊടുത്ത പട്ടികയിലുണ്ടോ അദ്ദേഹത്തിൻ്റെ പേര്? കേരളത്തിലുണ്ട്. കേരളത്തിലെ പട്ടികയിൽ അദ്ദേഹമുണ്ട്. പക്ഷെ അദ്ദേഹം ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമാണിപ്പോൾ. പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമാണ്. കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പാർട്ടി ദേശീയ നേതൃത്വം അദ്ദേഹത്തോട് ആലോചിച്ചിട്ടുണ്ടാകും സ്വാഭാവികമായിട്ടും. ബാക്കി എന്താണെന്ന് എനിക്കറിയാം. പ്രഖ്യാപനത്തിന് അതൊന്നും ഒരു കുഴപ്പത്തില്ല. PC ജോർജിനെ അറിയാവുന്ന എല്ലാവരും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അതിന് ആവശ്യമില്ലാത്ത വ്യാഖ്യാനം നിങ്ങൾ കൊടുക്കാതിരുന്നാൽ മതി. ഞങ്ങൾക്ക് വേവലാതിയില്ലല്ലോ, കുഴപ്പമില്ല.